ഇതിനിടയിൽ ഇറാനുമായുള്ള യുദ്ധം അവസാനിച്ചിട്ടില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത്. തൻ്റെ രാജ്യവും US-ഉം ക്രൂരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിലാണ് എന്നും ഇറാന് ലക്ഷ്യമിട്ട് ഇനിയും ആക്രമണങ്ങൾ നടത്തും എന്നും നെതന്യാഹു അസന്നിഗ്ധമായി വ്യക്തമാക്കുകയാണ്. ലോകത്തെ ഭീകരതയിലാഴ്ത്തുന്ന രാജ്യമെന്നാണ് ഇറാനെ നെതന്യാഹു വിശേഷിപ്പിക്കുന്നത്. പാശ്ചാത്യ നാഗരികതയെ തകർക്കാൻ ശ്രമിക്കുന്ന ഇറാൻ വലിയ ഏകാധിപത്യത്തിനെതിരെ US-നോട് ചേർന്ന് ഞങ്ങൾ പോരാടുകയാണ് എന്ന് പറയുന്നു. വലിയ നേട്ടങ്ങൾ ഇതിനകം യുദ്ധത്തിൽ കൈവരിച്ചു. ഈ നേട്ടങ്ങൾ ആവർത്തിക്കും. ഇതിനിടയിൽ നെതന്യാഹു അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ നേതൃത്വത്തിൽ ലെബനനിലേക്ക് വലിയ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. കാരണം ലെബനനിൽ ഏത് നിമിഷവും കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാകാം എന്നാണ്. കാരണം അവിടെയും ഒരു വെടിനിർത്തൽ കരാറുണ്ട്. അത് ലംഘിച്ചുകൊണ്ട് ലെബനനിലേക്ക് വലിയ ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അജയ്, ഇപ്പോൾ നെതന്യാഹു ഇസ്രായേൽ അമേരിക്കയുടെ പച്ചക്കൊടിക്കായി കാത്തിരിക്കുകയാണ് വീണ്ടും കാര്യങ്ങൾ പഴയപടിയിൽ എത്തിക്കാൻ, അല്ലേ? തീർച്ചയായിട്ടും ഇസ്രായേൽ ഇപ്പോൾ ഒരു ആക്രമണത്തിന് തയ്യാറായി തന്നെയാണ് സ്ഥിരമായി നിൽക്കുന്നത്. ഇതിനു മുൻപേ ലെബനനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോഴാണെങ്കിലും സ്ഥിരമായിട്ടുള്ള ബോംബിങ്ങും ആക്രമണങ്ങളും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ട്രംപ് തന്നെ ഇസ്രായേലിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് അടക്കം ഇട്ടിരുന്നു. അതായത് ഇസ്രായേൽ എത്രയും വേഗം ഈ ലെബനിലുള്ള ബോംബിംഗ് നിർത്തണം, പെട്ടെന്ന് തന്നെ ഇത് മതിയാക്കിക്കൊള്ളൂ എന്നെല്ലാം കുറച്ച് കടുത്ത ഭാഷയിൽ തന്നെ ട്രംപ് പിന്നീട് പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും അത്തരം ഈ ലെബനിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഹിസ്ബുള്ളയും തിരിച്ച് പ്രത്യാക്രമണം നടത്തുന്നു. ഇതിൽ 2 ഇസ്രായേലി സൈനികരും അതുപോലെ തന്നെ UN പീസ് കീപ്പിംഗ് മിഷന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ഒരു ഫ്രഞ്ച് സൈനികരും കൊല്ലപ്പെടുന്ന സ്ഥിതിയുണ്ടായി. ഇപ്പോഴെന്തായാലും തെക്കൻ ലെബനനിൽ ഒരു സംഘർഷ ഭൂമിക കൂടി വീണ്ടും തുറന്നിരിക്കുകയാണ്. വീണ്ടും അവിടെ കടുത്ത രീതിയിൽ ഇസ്രായേലിന്റെ ആക്രമണമുണ്ട്. ഈ ആക്രമണത്തിൽ 4 പേർ ഇതുവരെ കൊല്ലപ്പെട്ടതായിട്ടുള്ള ഔദ്യോഗിക വിവരം കൂടിയുണ്ട്. ഇത്തരത്തിൽ സ്ഥിരമായി ഒരു വെടിനിർത്തലിന്റെ ലംഘനം തന്നെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇറാനുമായി പ്രഖ്യാപിച്ചിരുന്ന വെടിനിർത്തലിന്റെ കാലയളവിലാണെങ്കിലും തങ്ങൾ ഇറാനെതിരെയും സൈനിക നീക്കം നടത്തും, തങ്ങളുടെ ഓപ്പറേഷൻസ് അവസാനിച്ചിട്ടില്ല, മേഖലയിലുള്ള ടെറർ റെജീമിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കും, US-ഉമായിട്ടുള്ള ചേർന്ന് ഉള്ള ആക്രമണം അത് തന്നെയാണ് തങ്ങളുടെ ലക്ഷ്യം എന്നെല്ലാം ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും ഇസ്രായേൽ ഇത്തരം ഭീഷണികളിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, അമേരിക്കയിൽ നാളെയാണ് ഇസ്രായേലിൻ്റെയും അതുപോലെ തന്നെ ലെബനൻ്റെയും ഈ സമാധാന ചർച്ചകൾ നടക്കാനിരിക്കുന്നത്. 34 വർഷങ്ങൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും അമേരിക്കയിൽ വെച്ച് മുഖാമുഖം കാണുന്നു എന്നുള്ള വലിയ പ്രത്യേകത കൂടി ഈ ചർച്ചയ്ക്കുണ്ട്. ഇതെല്ലാം ഈ ഒരു ചർച്ചയുടെ ഒരു ക്രെഡിറ്റ് ഉൾപ്പെടെ ഏറ്റെടുത്തുകൊണ്ട് ട്രംപാണ് ഇത്തരമൊരു പ്രഖ്യാപനം വരെ നടത്തിയത്. പക്ഷേ ഇപ്പോൾ മേഖലയിലെ സാഹചര്യം വീണ്ടും വഷളായിരിക്കുന്നത് തീർച്ചയായിട്ടും അമേരിക്കയ്ക്കും വലിയൊരു ക്ഷീണമാണ്. ഇതിൽ ട്രംപ് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ സൈനിക നടപടികളുമായി ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ്. ഇറാനെയും ആക്രമിക്കും എന്നതാണ് അവരുടെ ഭീഷണി എന്നത്. തീർച്ചയായും ഇതിനിടയിൽ ഇറാൻ മറ്റൊരു സുപ്രധാനമായ നീക്കം, അതും ഇസ്രായേലിനെ അടക്കം ചൊടിപ്പിക്കുന്ന ഒരു നീക്കമാണ്. അവിടെ ഹോർമുസിൽ ഇസ്രായേൽ കപ്പലുകൾക്ക് പൂർണ്ണമായും നിയന്ത്രണം ഏർപ്പെടുത്താനായി ഇറാൻ ഒരുങ്ങുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരികയാണ്. അതിന് നിയമപരമായ മാർഗങ്ങളിലേക്ക് ഇറാൻ കടക്കുകയാണ്. ഇറാൻ പാർലമെന്റ് ഒരു നിയമനിർമ്മാണത്തിന് ഒരുങ്ങുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക ബില്ല് തയ്യാറാക്കി എന്നാണ് സൂചന. ഈ ബില്ല് പ്രകാരം ഇസ്രായേൽ കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്കിലൂടെ പ്രവേശനം പൂർണ്ണമായും നിരോധിക്കും. ശത്രു രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് കടലിടുക്ക് കടക്കാൻ ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ പ്രത്യേക അനുമതി വേണ്ടിവരും. ഇറാനെ ആക്രമിച്ച രാജ്യങ്ങളിൽ നിന്ന് അർഹമായ നഷ്ടപരിഹാരം കിട്ടാതെ ആ രാജ്യങ്ങളുടെ കപ്പലുകൾ കടത്തിവിടില്ല. അതായത് അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾ ഇതുവരെയുള്ള ആക്രമണത്തിന് വളരെ കൃത്യമായ നഷ്ടപരിഹാരം ഇറാന് നൽകണം. നൽകിയാൽ മാത്രമേ ഹോർമുസിലൂടെ കടന്നു പോകാൻ സാധിക്കൂ എന്നുള്ള സുപ്രധാനമായ ഒരു ബില്ല് ഇറാൻ പാർലമെന്റ് പാസ്സാക്കാൻ പോവുകയാണ്. നമുക്കറിയാം, നേരത്തെ ഹോർമുസിൽ ചുങ്കം വാങ്ങി തുടങ്ങിയിരുന്നു. ഈ പ്രശ്നങ്ങൾ, ഈ ഉപരോധം ആരംഭിക്കുന്നതിന് മുൻപ് ഇറാൻ വലിയ തുകയാണ് ചുങ്കമായി വാങ്ങിക്കൊണ്ടിരുന്നത്. ഇതിപ്പോൾ ഇസ്രായേലിനെയും അമേരിക്കയുടെയും കപ്പലുകളെ കടത്തിവിടില്ല എന്ന് പറയുമ്പോൾ ഇരു രാജ്യങ്ങളെയും പ്രകോപിപ്പിക്കുന്ന നീക്കമാണ്. അതിന് ഏത് തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഇതിനിടയിൽ മറ്റൊരു വാർത്ത പുറത്തു വരുന്നത്, പരമോന്നത നേതാവ് ഇറാന്റെ അയത്തുള്ള അലി ഖമനേയി നമുക്കറിയാം യുദ്ധം ആരംഭിച്ച ആദ്യ ആഴ്ചയിൽ തന്നെ, ആ ദിവസം തന്നെ കൊല്ലപ്പെട്ടിരുന്നു. 7 ആഴ്ചകൾ പിന്നിടുകയാണ് ഖമനേയി മരിച്ചിട്ട്. 8ാമത്തെ ആഴ്ചയാണ് ഖമനേയിയുടെ മരണമുണ്ടായിട്ട്. പക്ഷേ ഇപ്പോഴും മൃതദേഹം സംസ്കരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വലിയ സംസ്കാര ചടങ്ങുകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള അപകട സാധ്യതകൾ
ഇറാനിയൻ അധികൃതർ വിലയിരുത്തുന്നു, ചൂണ്ടിക്കാട്ടുന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് തുടർച്ചയായി ഇസ്രായേലിൻ്റെയും US-ൻ്റെ ആക്രമണങ്ങൾ നടക്കുന്ന പശ്ചാത്തലമുണ്ട്. ഒപ്പം ബഹുജന ഒത്തുചേരലുകളിൽ സംഘർഷമുണ്ടാകാനുള്ള പശ്ചാത്തലം കൂടി ഈ സംസ്കാര ചടങ്ങുകൾ വൈകുന്നതിന് പ്രധാന കാരണമായി മനസ്സിലാക്കുന്നുണ്ട്. അതിലൊന്ന് ഈ ആക്രമണങ്ങൾ, നമുക്കറിയാം സംസ്കാര ചടങ്ങാകുമ്പോൾ ഇറാനിലെ പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുക്കും. അവിടെയും ആക്രമണം നടത്തി ഈ നേതാക്കളെ കൊലപ്പെടുത്താനുള്ള ഭീഷണി അല്ലെങ്കിൽ അത്തരമൊരു സാധ്യത കൂടി ഇറാൻ മനസ്സിലാക്കുന്നു. തുടർന്നാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടത്താൻ പറ്റാത്തത്. ഒപ്പം ഏറെ ആരാധകരുള്ള, ഒരുപാട് ആരാധിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് ഇറാനിൽ ആയത്തുള്ള അലി ഖമേനി. അദ്ദേഹത്തിന് സംസ്കാര ചടങ്ങുകളിൽ വലിയ തോതിലുള്ള ജനക്കൂട്ടം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരം ജനക്കൂട്ടമുണ്ടായാൽ, ആ മോബ് വയലൻ്റ് ആയാൽ ഒരു തരത്തിലും അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ചിലപ്പോൾ സാധിച്ചില്ല എങ്കിൽ അത് വല്ലാത്തൊരവസ്ഥയിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിക്കും എന്നും ആ രാജ്യം സംശയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോഴും വൈകിപ്പിക്കുന്നത്. ഇപ്പോഴും ഖമനേയിയുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ്. അത് എന്നത്തേക്ക് സംസ്കാരം ഉണ്ടാകുമെന്ന കാര്യത്തിലൊക്കെ ഇനി കാത്തിരുന്ന് കാണണം. മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് UAE-യിൽ നിന്നാണ്. UAE-യിൽ ഇന്ന് മുതൽ സ്കൂളുകൾ സാധാരണ നിലയിലേക്ക് മാറുകയാണ്. സ്കൂളുകൾ ഇന്ന് മുതൽ സാധാരണ നിലയിലേക്ക് പ്രവർത്തിക്കുന്നു. നേരിട്ടുള്ള പഠനത്തോടൊപ്പം ഓൺലൈൻ പഠനമോ രണ്ടും ഒന്നിച്ചുള്ള ഹൈബ്രിഡ് രീതിയോ തിരഞ്ഞെടുക്കാൻ സ്കൂളുകൾക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. സ്കൂൾ ബസ്സുകളുടെ സർവീസ്, നേരത്തെ സ്കൂൾ ബസ്സുകളുടെ സർവീസ് ഉണ്ടാകില്ല എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ സ്കൂൾ ബസ്സുകളുടെ സർവീസും ഉണ്ട്. അതായത് വേണമെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളിൽ മാത്രമായി പങ്കെടുക്കാം, അല്ലെങ്കിൽ നേരിട്ടുള്ള ക്ലാസ്സുകളിൽ പോകാം, അല്ലെങ്കിൽ രണ്ടും കൂടി ചേരുന്ന രീതി, അതിലേക്കും കാര്യങ്ങൾ എത്തിയേക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓരോ സ്കൂളുകളിലെയും തീരുമാനം രക്ഷിതാക്കളെ അറിയിച്ചിട്ടുണ്ട്. നേരിട്ട് സർക്കാർ നിയന്ത്രണത്തിലായിരിക്കും ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ യുദ്ധം ആരംഭിച്ച ശേഷം പൂർണ്ണമായും ഓൺലൈൻ വഴിയായിരുന്നു സ്കൂളുകളും നഴ്സറികളും കോളേജുകളും മറ്റും പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോൾ കോളേജുകൾ, സർവകലാശാലകളും തുറന്നിരിക്കുന്നു എന്ന സന്തോഷകരമായ ഒരു വിവരം കൂടിയുണ്ട്. അതും UAE സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ്. CBSE പരീക്ഷയടക്കം ഉപേക്ഷിച്ച ഒരു പശ്ചാത്തലത്തിലൂടെയായിരുന്നു ആ രാജ്യം കടന്നുപോയത് എന്നുള്ളതാണ് ഈ വിഷയത്തിൻ്റെ ഗൗരവം വല്ലാതെ വർദ്ധിപ്പിച്ചത്. മറ്റൊരു വാർത്ത അമേരിക്കയിൽ നിന്നാണ്. അവിടെ ചാരവൃത്തിക്ക് ഇറാനിയൻ സ്വദേശിയായ യുവതി അറസ്റ്റിലായിരിക്കുന്നു. ഇറാൻ വംശീയ യുവതിയെ ഇറാൻ സർക്കാരിന് വേണ്ടി ആയുധ ഇടപാടുകൾ നടത്തിയെന്ന കേസിലാണ് ലോസ് ആഞ്ചലസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയും മറ്റും ചെയ്തത്. ഷമീം മാഫി എന്നാണ് യുവതിയുടെ പേര്. മാഫി നടത്തിയ ഇടപാടുകളിൽ സായുധ ഡ്രോണുകൾ, ബോംബ് ഫ്യൂസുകൾ, സുഡാനിലെ നിലവിലെ ആഭ്യന്തര യുദ്ധത്തിലേക്ക് അയച്ച ആയുധശേഖരം എന്നിവയൊക്കെ ഉൾപ്പെടുന്നതായാണ് അവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.